നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് റാ എന്ന അക്ഷരത്തിന് കസർ വരുമ്പോൾ നാം മലയാളത്തിലെ ഏതാണ്ട് രാ എന്നുള്ള ഒരു ഉച്ചാരണത്തിലാണ് വായിക്കാൻ പോകുന്നത്. എഴുതിയേക്കുന്നത് നമ്മൾ നേരത്തെ റാ റീ റു എന്നാണ് പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ തുടക്കത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, കാരണം അത് ആ ഒരു ക്രമത്തിൽ വന്നിട്ട് ഇനി പറയുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഉച്ചാരണം. അന്നത്തെ ആ ഒരു ക്രമത്തിൽ അങ്ങനെ പോയി, റാ റീ റു പാ ബി ബു കാ ഗീ ബു എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പം അതല്ല, റാ എന്ന അക്ഷരത്തിന് കസർ ആയിരിക്കുമ്പോൾ കസർ വന്നാൽ എങ്ങനെ പറയണം, എങ്ങനെ ഉച്ചരിക്കണം എന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫ ഫ ഫ ഫ ഫ ഫ റാ റാ എഴുതിയേക്കുന്ന റീ എഴുതിയേക്കുന്ന റീ എഴുതിയേക്കുന്ന റീ എന്നാ അങ്ങനെയല്ല പറയേണ്ടത്, രീ എന്ന് വായിക്കണം. അന്നേരം ഫ രീ കണ്ടോ, റാഇന് കസർ വരുമ്പോൾ, റാഇന് കസറായിരിക്കുമ്പോൾ രീ മലയാളത്തിലെ ഏകദേശം രീ എന്നുള്ള ഉച്ചാരണമാണ് നാം കൊടുക്കേണ്ടത്. ആ ഉച്ചാരണത്തിലാണ് വായിക്കേണ്ടത്. അങ്ങനെ വായിക്കേണ്ടത് ഫ രീ. ഇനി അങ്ങനെയല്ല പറയണ്ടത്, അങ്ങനെയല്ല പറയണ്ടത്. പിന്നെ എങ്ങനെ ഫ ഫ റീ എന്നായിരിക്കണം, ഫ റീ. ഇവിടെ വായിക്കേണ്ടത് ഫ രീ രീ. കണ്ടോ, നമ്മൾ നേരത്തെ റാ റീ റു എന്ന് പഠിച്ചു. ഇപ്പം റാഇന് കസർ വരുമ്പോൾ, കസർ ആയിരിക്കുമ്പോൾ ഉച്ചരിക്കേണ്ടത് രീ എന്നുള്ള ഉച്ചാരണം. കാരണം ഫ രീ ഫ രീ ഹ. എഴുതിയേക്കുന്നത് ഫറിഹാന, അങ്ങനെയല്ല. പിന്നെ എങ്ങനെ പറയാം, ഫ രീ. റാ എന്ന അക്ഷരത്തിന് ഇകാര ചിഹ്നം വരുമ്പോൾ രീ എന്നുള്ള ഒരു ഉച്ചാരണമാണ് വരേണ്ടത്. ഫ രീ. കണ്ടോ, നമ്മൾ നേരത്തെ പഠിച്ചത് റാ റീ റു എന്ന് പഠിച്ച് ആദ്യ തുടക്കം അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അതല്ല പറയുന്നത്, അന്നത്തെ ഒരു സ്റ്റെപ്പിൽ അങ്ങനെ പോയി. ഇനി വായിക്കേണ്ടത് റാ എന്ന അക്ഷരത്തിന് കസറായിരിക്കുമ്പോൾ ഏതാണ്ട് രീ എന്നുള്ള ഉച്ചാരണം. ഫ രീ ഹ ഫരിഹ ഫരിഹ ഫരിഹ. കണ്ടോ, രീ രീ. എഴുതിയേക്കുന്ന റീന്നും പറയേണ്ടത് രീന്നും, എഴുതിയേക്കുന്നത് റീന്നും എഴുതിയേക്കുന്ന റീന്നും പറയേണ്ടത് ഉച്ചരിക്കേണ്ടത് രീന്നുമാണ്. ഫരിഹ ഫരിഹ. എഴുതിയേക്കുന്ന ഫറിഹാന, അങ്ങനല്ല. പിന്നെ എങ്ങനെ പറയും, ഫരിഹ 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 ഫരിഹ. കാഫ് ക കാഫ് ക. റാ റീ റീ എന്നാ എഴുതിയേക്കുന്നത്. ഇനി അങ്ങനല്ല പറഞ്ഞ, റീ എന്ന് പറയരുത്, രീ. ഇവിടെ രീ എന്ന് പറയണം. രീ 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 രീ. കരീമുൻ കരീമുൻ. എഴുതിയേക്കുന്നത് കറീമുൻ, കറീമുൻ എഴുതിയേക്കുന്നത്. റാഇന് കസർ വന്നപ്പോൾ രീ എന്ന് വായിച്ച്. ഒന്നുകൂടെ പറയാം, നമ്മൾ അബ്ദുൽ കരീം ഒരാളുടെ പേരാ, അബ്ദുൽ കരീം എന്ന് പറയും. അപ്പം കറീം എന്ന് പറയാറില്ല. അതെന്താന്ന് ചോദിച്ചാൽ, റാ എന്ന അക്ഷരത്തിന് കസർ വരുമ്പോൾ മലയാളത്തിലെ ഏതാണ്ട് രീ എന്നുള്ള ഉച്ചാരണമാണ് ഉപയോഗിക്കുന്നത്. അന്നേരം ക രീ കരീമുൻ കരീമുൻ. എഴുതിയേക്കുന്ന കറീമുൻ ആണ്, ക റീ. അങ്ങനെ പറയത്തില്ല, അങ്ങനെ പറയുന്നില്ല. ക റീ എന്നല്ല, കറിയല്ല. ക രീ 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 രീ. കരീമുൻ കരീമുൻ കരീമുൻ.
കരീമുൻ 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 രി കണ്ടോ ക രി ക റീ എന്ന് വായിക്കത്തില്ല കറി എന്നല്ല കറി എന്നല്ല വായിക്കേണ്ടത് ക രീ കരീമുൻ. ഒന്നുകൂടെ പറയാം. റാ എന്ന അക്ഷരത്തിന് കെസർ വരുമ്പോൾ കെസറായിരിക്കുമ്പോൾ മലയാളത്തിലെ രാരീരു എന്നുള്ള ഒരു ഉച്ചാരണമാണ് നാം കൊടുക്കേണ്ടത്. അന്നേരം വായിക്കുന്നത് കരീമുൻ, എഴുതിയേക്കുന്നത് കറീമുൻ, പറയേണ്ടത് കരീമുൻ. കേട്ടോ, ഇത് ഫറിഹാണ് എഴുതിയേക്കുന്ന ഫ റി അങ്ങനല്ല ഹ അങ്ങനെ പറയത്തില്ല. പിന്നെ എങ്ങനെ ഫ രി റാഹിന് കെസർ വരുമ്പോൾ കെസറായിരിക്കുമ്പോൾ ഏതാണ്ട് രി എന്നുള്ള ഉച്ചാരണം ഫരി ഫരിഹ 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 കരീമുൻ കരീമുൻ കറീമുൻ എന്ന് വായിക്കത്തില്ല കറീമുൻ എന്ന് വായിക്കത്തില്ല കരീമുൻ കരീമുൻ. ഇതെന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ റാഹി എന്ന അക്ഷരത്തിന് ഇകാര ചിഹ്നം കസറായിരിക്കുമ്പോൾ രീ എന്നുള്ള ഉച്ചാരണം ആവരുത്. കരീമുൻ. ഇനി അടുത്തത് വാവ് വാവ് വ വാവ് വ അലിഫ്. കണ്ടോ, ഈ അലിഫിന് പദത്തിൻ്റെ ഇടയ്ക്ക് വന്ന പദത്തിൻ്റെ മധ്യത്തിൽ വന്ന ഈ അലിഫിന് ഉച്ചാരണമില്ല. ഈ അലിഫിനെ വായിക്കത്തില്ല. അതായത് ഈ അലിഫിനെ ആ ഈ ഉ എന്നൊന്നും ആ ഈ ഉ എന്നൊന്നും പറയത്തില്ല. ഒന്നുകൂടെ പറയാം. ഈ വാവിന് ശേഷം ഒരു അലിഫുണ്ട്. ഈ അലിഫിന് ഉച്ചാരണമില്ല. ഉച്ചാരണമില്ലെന്ന് പറഞ്ഞാൽ ഈ അലിഫിനെ നമ്മൾ വായിക്കത്തില്ല. ആ ഈ ഉ എന്നൊന്നും വായിക്കത്തില്ല. കണ്ടോ, വാവ് വ വാവ് വ. പിന്നെ വായിക്കുന്നത് ലാമാണ്. ലാമിനെ വായിക്കുന്നത്. ഈ അലിഫിന് ഉച്ചാരണമില്ല, പറയത്തില്ല, മൊഴിയത്തില്ല. വ ഇൽ വൽ വൽ. കണ്ടോ, അലിഫിനെ ഒന്നും പറയത്തില്ല. അലിഫിനെ വായിക്കത്തില്ല, അലിഫിനെ പറയത്തില്ല. വ ഇൽ വ ഇൽ. പറയേണ്ടത് വൽ വൽ വൽ. അലിഫിന് ഉച്ചാരണമില്ല, അലിഫിനെ പറയത്തില്ല, അലിഫിനെ വായിക്കത്തില്ല. ആ ഈ ഉ എന്നൊന്നും വായിക്കത്തില്ല. വൽ ഖാഫ് ഖ ഖാഫ് ഖ ഖാഫ് ഖ മീമ് മ മീമ് മ മീമ് മ. ഒന്നും കൂടെ വൽ. ഉണ്ടോ, വാൽ എന്ന് വായിക്കത്തില്ല, വാൽ എന്ന് വായിക്കത്തില്ല. ശ്രദ്ധിക്കണേ, എഴുതിയേക്കുന്ന വാൽ എന്ന അത് കണ്ടുകൊണ്ട് നീട്ടി വായിക്കാനല്ല, നീട്ടി വായിക്കരുത്, നീട്ടക്ഷരം അല്ലത്. ഈ അലിഫിന് ഉച്ചാരണമില്ല. ചിലപ്പോൾ നമുക്ക് അറിയാത്തവർ നമ്മൾ നീട്ടി വായിച്ചേക്കാം. എങ്ങനെ വാൽ, വാൽ എന്നല്ല, വാൽ എന്നല്ല. പിന്നെ എങ്ങനെ വാ ഇൽ വൽ വൽ. ഈ അലിഫിന് ഉച്ചാരണമില്ല, അലിഫിനെ ഒന്നും പറയത്തില്ല. ആ ഈ ഉ എന്നൊന്നും പറയത്തില്ല. വ ഇൽ വൽ വൽ വൽ. ഖാഫ് ഖ ഖാഫ് ഖ ഖാഫ് ഖ മീമ് മ മീമ് മ. റാ കണ്ടോ, എഴുതിയേക്കുന്ന റീ എന്നും പറയേണ്ടത് രീ എന്നും. എഴുതിയേക്കുന്ന റാ റീ എന്നാ എഴുതിയേക്കുന്നത്, പക്ഷെ പറയേണ്ടത് രി. കണ്ടോ, വൽ ഖമ രി. വൽ ഖമ റീ എന്ന് പറയത്തില്ല, വൽ ഖമ റീ എന്നല്ല, വൽ ഖമ റീ എന്ന് പറയത്തില്ല. പിന്നെ എങ്ങനെ പറയും? വൽ ഖമ രി. റാഹിന് കസറായിരിക്കുമ്പോൾ ഇകാര ചിഹ്നം വന്നപ്പോൾ വായിക്കേണ്ടത് രീന്ന്. കണ്ടോ, വാൽ എന്ന് വായിക്കത്തില്ല. വാലിന് ഈ അലിഫിന് ഉച്ചാരണമില്ല, പറയത്തില്ല, വാൽ എന്ന് പറയത്തില്ല. പിന്നെ എങ്ങനെ പറയും? വൽ 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 ഖമരി വൽ ഖമരി വൽ വൽ ഖമരി. കണ്ടോ,
വൽ കൊമ റീ എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷെ അങ്ങനെ പറയത്തില്ല. പിന്നെ എങ്ങനെ പറയും? വൽ കൊമ രി. വൽ കൊമ റീ എന്നല്ല, റീ അല്ല. റാന് കസറ വരുമ്പോൾ രീ എന്നുള്ള ഉച്ചാരണം. വൽ കൊമരി, വൽ കൊമരി, വൽ കൊമരി, വൽ കൊമരി എന്ന് പറഞ്ഞു നോക്കിയേ. അടുത്തത് വാവ്. വാവ് വാ അടാ. വാവ് വാ. അലിഫ്, അലിഫ് ഇ, അലിഫ് ഇ. ലാല്, ലാല് ലാ 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 ലാല്, ലാല് ലാ ലാ ലാ. വ ഇദാ. വാവ് വ അലിഫ് ഇ, വ ഇ. ലാല് ലാല് ലാ ലാ ലാ. വ ഇദാ, വ ഇദാ, വ ഇദാ. ഇവിടെ ഈ അലിഫിന് ഉച്ചാരണമുണ്ട്, മനസ്സിലായോ? എല്ലാ അലിഫിനും അല്ല, ചില അലിഫിന് ഉച്ചാരണമില്ല. വ ഇ ലാ ലാ ലാ. വ ഇദാ. ഖാഫ്, ഖാഫ്. ഖു, ഖു. വെറും കൂന്നല്ല, കൂന്നല്ല പറഞ്ഞു. ഖു, ഖു. ഫുൾ വോളിയം. വ ഇദാ ഖു രി, റാ രി. കണ്ടോ? എഴുതിയേക്കുന്ന റീന്നും പറയേണ്ടത് രീന്നും, എഴുതിയേക്കുന്ന റീ പറയേണ്ടത് രി. വ ഇദാ ഖുരി അ അ അ അ അ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. വ ഇദാ ഖുരി അ, വ ഇദാ ഖുരി അ, വ ഇദാ ഖുരി അ അ അ അ അ. ഹംസ്, ഹംസ് വന്നാൽ മുക്കി പറയും. അ അ അ ഇ ഉ എ അ ഇ ഉ എ. ആ ഒരു ഉച്ചാരണമാണ്, ആ ഒരു ശബ്ദമാണ് വേണ്ടത്, ആ ഒരു വോളിയമാണ് വേണ്ടത്, ആ ഒരു ശബ്ദമാണ് വേണ്ടത്. കണ്ടോ? ആ ഒരു സൗത്ത് വരണം. ഇതാ കുരി അ, കുരി. കണ്ടോ? കുറി എന്ന് പറയത്തില്ല, കുറി അല്ല. ഇതാ കുറി ആന്നല്ല, കുറി ആന്നല്ല. റാ എന്ന് അക്ഷരത്തിന് ഇകാര ചിഹ്നം കസറാവുന്നപ്പോൾ നമ്മൾ വായിച്ചത് രീന്ന് വായിച്ചു. കണ്ടോ? ഇതാ കുരി അ, ഇതാ കുരി അ, ഇതാ കുരി അ, ഇതാ കുരി അ. ഒന്നും കൂടെ പറയാം. ഫരിഹ, ഫരിഹ. കണ്ടോ? റീന്നായിട്ട് അങ്ങനെ പറയത്തില്ല, അങ്ങനെ പറയത്തില്ല. ഫ റീന്നല്ല, ഫരി, ഫരിഹ, 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 ഫരിഹ. കരീമുൻ, കരീമുൻ. രി. കണ്ടോ? കരീ രി 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 രി. കരീമുൻ. നമ്മൾ അബ്ദുൽ കരീം എന്ന് വായിക്കും. അതെന്താ അങ്ങനെ വായിക്കുന്നത്? റാ എന്ന അക്ഷരത്തിന് ഇകാര ചിഹ്നം കസറായിരിക്കുമ്പോൾ രീന്ന് വായിച്ച്. കണ്ട? കരീമുൻ. വൽ കൊമരി. നമ്മളിനി വാൽ എന്ന് വായിക്കത്തില്ല, ഈ അലിഫിനെ നീട്ടി വായിക്കത്തില്ല. കണ്ട? അലിഫിന് ഉച്ചാരണമില്ല. വൽ. കണ്ട? വൽ. വാവ് വ. അലിഫിന് ഉച്ചാരണമില്ല, മൊഴിയത്തില്ല. കണ്ട? ലാ യന്തിഖു ഹാദൽ അലിഫ. കണ്ട? വ വ. മനസ്സിലായോ? ഈ അലിഫിന് ഉച്ചാരണമില്ല. വ ഇൽ, വ ഇൽ അങ്ങനെ വായിക്കുന്നത്. ഈ അലിഫിന് ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല. വൽ കൊമരി. കണ്ടോ? കൊമരി. എഴുതിയേക്കുന്ന റീന്നും പറയേണ്ടത് രീന്നും, എഴുതിയേക്കുന്ന റീന്നും പറയേണ്ടത് രീന്നും.
വൽ ഖമരി വൽ ഖമരി വഇദാ ഖുരിഅ വഇദാ ഖുരിഅ വഇദാ ഖുരിഅ ഖുരി കണ്ട വഇദാ ഖുരി രി 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 എഴുതിയേക്കുന്ന റീന്നും പറയേണ്ടത് രീന്നും എഴുതിയേക്കുന്ന റീ പറയേണ്ടത് രി വഇദാ ഖുരിഅ വഇദാ ഖുരിഅ അടുത്തത് ഫ ഫി ഫ ഫി ഫ ഫി ഫി ഫീ ഫി ഫീ മീം മി മീം മി മീം മി രാരീരൂര് ഇവിടെ പറയാൻ കാരണം റാഇന് മുമ്പ് റാഇന് കസർ വരികയോ റാഇന് മുമ്പ് കസർ വരികയോ ചെയ്യുമ്പോൾ അവിടെ ഏതാണ്ട് മലയാളത്തിലെ ഏതാണ്ട് രാ എന്നുള്ള ഉച്ചാരണം വരും കണ്ട ഫീ ഫി ഫീ മി ഇർ മിർ യാ 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 താ തി തിൻ താ തിൻ ഫീ മിദ് യത്തിൻ മിദ് രാരീരൂര് രെ 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 എഴുതിയേക്കുന്ന റാറി റൂർ എന്ന് ആദ്യം പഠിച്ചത് അതായിരുന്നു. ഇനി അങ്ങനെ പറയത്തില്ല. മിർ 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 കണ്ടോ മിർ മിർ എന്ന് പറയത്തില്ല. മിർ എന്ന് പറയത്തില്ല. എന്താ കാരണം? റാ എന്ന അക്ഷരത്തിന് മുമ്പ് ഇകാര ചിഹ്നം വന്നപ്പോൾ അതിന് നാം മിർ മിർ യ മിർ യത്തിൻ ഫീ മിർ യത്തിൻ മിർ കണ്ടോ മിർ മിർ യത്തിൻ എന്ന് പറയത്തില്ല. മിർ 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 യത്തിൻ മിർ യത്തിൻ ഫീ മിർ യത്തിൻ. ഇപ്പം വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ പാരായണം ചെയ്യുമ്പം ഫീ മിർ യത്തിൻ മിർ മിർ യത്തിൻ എന്ന് വായിക്കും. മിർ കണ്ടോ മിർ ര് ഫീ മിർ യത്തിൻ എന്ന് പറയത്തില്ല. ഫീ മിർ യത്തിൻ 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 കണ്ടോ ഫ ഫി ഫ ഫി റാ എഴുതിയേക്കുന്ന എറിനാണ്. നേരത്തെ ആദ്യം അങ്ങനെ പഠിച്ചത്. ഇവിടെ അങ്ങനെയല്ല പറയേണ്ടത്. റാ എന്ന അക്ഷരത്തിന് മുമ്പ് ഇകാര ചിഹ്നം വന്നപ്പോൾ ഫി ഇർ 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 രാരീരൂര് ഫി ഇർ റാറീറൂർ എന്ന് പറയത്തില്ല. ഫിർ ഫിർ ഐന് ഐന് ആ ഐന് ആ ഐന് ആ വാവ് വ് വാവ് വ് വാവ് വ് ഫിർ ഔ ന കണ്ടോ ഫിർ ഔൻ എന്ന് പറയത്തില്ല. ഫിർ ഔൻ എന്നല്ല പറയുന്നത്. പിന്നെ എങ്ങനെ ഫിര് ഫിര് രാരീരൂര് 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 ഫിർ ഫിർ ഔന ഫിർ ഔന ഫിർ ഔന എന്ന് പറയാം. ഫിർ എന്ന് വായിക്കില്ല. റാറീറൂർ എന്ന് പറയത്തില്ല. കണ്ടോ ഫിർ ഫിർ ഔന ഫിർ 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 ഔന ഫിർ ഔന എന്ന് പറയത്തില്ല. ഫിർ ഔൻ എന്നല്ല പറയാം. ഫിർ ഔന. കാരണം റാ എന്ന അക്ഷരത്തിന് മുമ്പ് ഇകാര ചിഹ്നം കസർ വന്നപ്പോൾ അങ്ങനെ വായിക്കുന്നത്. ഫിർ ഫിർ ഔന ഫിർ ഔന ഫിർ ഔന ഫിർ ഔന ഫി ഇർ ഫിർ ഫിർ ഔന ഫിർ ഔന ഫിർ ഔന ഫിർ ഔന ഫിർ ഔന കണ്ടോ. ഇനി വാവ് വ വാവ് വ ഈ അലിഫിന് ഉച്ചാരണമില്ല. ശ്രദ്ധിക്കണേ. ഈ അലിഫിന് ഉച്ചാരണമില്ല. അലിഫിന് ആ ഈ ഉ എന്നൊന്നും പറയത്തില്ല. ഈ അലിഫിന് ഉച്ചാരണമില്ല.
മൊഴിയത്തില്ല, പറയത്തില്ല, ഈ അലിഫിനെ വായിക്കത്തില്ല. കണ്ടോ? വ ഇസ് സ്വാസി സൂസ് സ് സ്വാദ് സ് സ്വാസി സൂസ് സ്വാദ് സ്വാസി സൂസ് സ് വ ഇസ് വ ഇസ് വസ് വസ്. വാസെന്ന് വായിക്കത്തില്ല, വാസെന്ന് നീട്ടത്തതും ഇല്ല, ആ ഈ ഉ എന്നൊന്നും പറയത്തതുമില്ല. ഈ അലിഫിന് ഉച്ചാരണമില്ല, മൊഴിയത്തില്ല, പറയത്തില്ല. വസ് വാസ് എന്ന് പറയത്തില്ല, വാസ് എന്ന് വായിക്കരുത്. നമുക്ക് തോന്നും വാസ് എന്ന് വായിക്കരുത്, അല്ല. വസ് 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 വസ്. ബ ബി അണ്ട ബ ബി ഇർ വസ് ബിർ വസ് ബിർ. എഴുതിയേക്കുന്ന വസ് ബിർ എന്നാണ്, പറയേണ്ടത് വസ് ബിർ എന്നാണ്. ബിർ വസ് ബിർ. കാരണം റാഇ എന്ന അക്ഷരത്തിന് മുമ്പ് ഇകാര ചിഹ്നമായ കസർ വന്നു. റാഇന് മുമ്പ് കസർ വന്നപ്പോൾ അതിനെ എന്ന് വായിച്ചു. രാജീരൂര് വസ് ബിർ 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 വസ് ബിർ വസ് ബിർ വസ് വസ് ബിർ. കണ്ടോ? സ്വാദ് ഫുൾ വോളിയം. വസ് ബിർ വസ് ബിർ. അടുത്തത് ഹംസ് ആ. ഹംസ് ഹംസ് ആ. അലിഫിന് ഉച്ചാരണമില്ല, അലിഫിന് ഉച്ചാരണമില്ല. സോറി, അലിഫല്ല, സോറി, ലാമ് ലാമ് ലാമിന് ഉച്ചാരണമില്ല. ലാമിനെ ലാ ലീ ലു എന്നൊന്നും പറയത്തില്ല. ആ. അത് കഴിഞ്ഞിട്ട് രി അരി അരി. കണ്ടോ? അറിയെന്ന് വായിക്കത്തില്ല, അറിയെന്ന് വായിക്കത്തില്ല. അരി ജാലു അരി ജാലു അരി ജാലു. എഴുതുന്നുണ്ടോ? അരി. കണ്ടോ? അരി എന്നാ വായിക്കുന്നത്, അറിന്ന് വായിക്കത്തില്ല. അറി എന്ന് വായിക്കത്തില്ല, വായിക്കത്തില്ല. അറി അറി എന്നല്ല, അറി എന്നല്ല. അരി അരി ജാലു അരി ജാലു അരി ജാലു അരി ജാലു അരി ജാലു അരി ജാലു. ജീമ് ജ ജ ജാ ലാമ് ലുൻ. അരി അരി ജാലു അരി ജാലു അരി ജാലു അരി. കണ്ടോ? അറി എന്ന് വായിക്കത്തില്ല, അറി എന്ന് വായിക്കത്തില്ല, വായിക്കത്തില്ല, പഠിയത്തില്ല, പറയത്തില്ല. അരി അരി ജാലു അരി ജാലു അരി ജാലു. ഇനി അടുത്തത് ബാ ബാ ബി ബാ ബി ബാ ബി. സീന് സ് ബി സ് ബി സ് ബി സ്. മീം മി ബിസ് മി ബിസ് മി ബിസ് മില്ലാഹി ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി. മീം മ ജീം ജ് റാ റാ. കണ്ടോ? ഇവിടെ റാത്തിന് ശേഷം വന്നേക്കുന്ന യാ ആണ്. റാ റാ എന്ന് വായിക്കത്തില്ല. പിന്നെ എങ്ങനെ? മജ് രേ കണ്ടോ? ബിസ്മില്ലാഹി മജ്രേഹ. എഴുതിയേക്കുന്ന മജ്റാഹ എന്നാണ്, പറയേണ്ടത് മജ്രേഹ എന്നാണ്. ശ്രദ്ധിക്കേണ്ടത് ഇത് ഖുർആനിലുള്ള വചനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹി 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 മജ് മീം മ ജീം ജ് ജാജി ജു ജ് ജ്. കണ്ട? റാ റാ.
ഇപ്പം മജിറാന്ന് വായിക്കത്തില്ല. മജിറാന്ന് വായിക്കാം. മജിരേഹ ബിസ്മില്ലാഹി മജിരേഹ മജിരേഹ. ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമേ അങ്ങനെ ഉച്ചരിക്കുന്നുള്ളൂ. ബിസ്മില്ലാഹി മജിരേഹ ബിസ്മില്ലാഹി മജിരേഹ വ മുർസാഹ. ബിസ്മില്ലാഹി മജിരേഹ വ മുർസാഹ. മുർസാഹ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, അങ്ങനുണ്ട്. ബിസ്മില്ലാഹി മജിരേഹ ബിസ്മില്ലാഹി മജിരേഹ മജിരേഹ ബിസ്മില്ലാഹി മജിരേഹ ബിസ്മില്ലാഹി മജിരേഹ ബിസ്മില്ലാഹി മജിരേഹ. കണ്ട. അടുത്തത് വാവ് വാവ് വ വാവ് വാവ് വ. അലിഫുണ്ട്. ഈ അലിഫിന് ഉച്ചാരണമില്ല. ഈ അലിഫിനെ ഉച്ചരിക്കത്തില്ല, മൊഴിയത്തില്ല, പറയത്തില്ല. കണ്ട. വാവ് വ. ഈ അലിഫിന് ഉച്ചാരണമില്ല. വ ഇതേ പിന്നെ ഇതേ പറയത്തുള്ളൂ. വാത് അങ്ങനെ പറയത്തില്ല. വാത് എന്ന് പറയത്തില്ല. വത് വത് വത്. ഈ അലിഫിന് ഉച്ചാരണമില്ല, മൊഴിയത്തില്ല, പറയത്തില്ല. ഈ അലിഫിനെ വായിക്കത്തില്ല. വത് 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 കുരി വത് കുരി. കണ്ടോ. റാഹിന് കസർ വന്നപ്പോൾ ജീടാ വായിച്ചേ. വതുകുരിസ് മല്ലാഹി വതുകുരി. കണ്ടോ. വതുകുരി. കണ്ടോ. വതുകുറി എന്ന് വായിക്കത്തില്ല. റാറി റീ എന്ന് വായിക്കത്തില്ല. വത് കുരി. ഇത് കാഫാണ്. കാഫ് കു കാക്കി കു കാക്കി കു. കണ്ട. വതുകുരി വതുകുരിസ്. ഈ അലിഫിന് ഉച്ചാരണമില്ല. വതുകുരിസ് മല്ലാഹി വതുകുരിസ് മല്ലാഹി വതുകുരിസ് മല്ലാഹി വതുകുരിസ് മല്ലാഹി. വത്. കണ്ടോ. വാതെന്ന് വായിക്കത്തില്ല. അലിഫിന് ഉച്ചാരണമില്ല, പറയത്തില്ല, മൊഴിയത്തില്ല, അലിഫിനെ വായിക്കത്തില്ല. വതുകുരിസ് മല്ലാഹി വതുകുരിസ് മല്ലാഹി. കണ്ടോ. വതുകുരിസ് മല്ലാഹി വതുകുരിസ് മല്ലാഹി വതുകുരിസ് മല്ലാഹി വതുകുരി. കണ്ടോ. വതുകുരി വതുകുരി. എഴുതിയേക്കുന്ന റീന്നും പറയേണ്ടത് ഇരിയുന്നു. വതുക്കുറീന്ന് പറയത്തില്ല. വതുക്കുറി എന്നല്ല. വതുകുരിസ് മല്ലാഹി വതുകുരിസ് മല്ലാഹി വതുകുരിസ് മല്ലാഹി വതുകുരിസ് മല്ലാഹി. വതുകുരിസ് മല്ലാഹി വതുകുരിസ് മല്ലാഹി. ഇനി വാവ് വ വാവ് വ വാവ് വ. അലിഫുണ്ട്. ഈ അലിഫിന് ഉച്ചാരണമില്ല, പറയത്തില്ല, മൊഴിയത്തില്ല, വായിക്കത്തില്ല. വസ് വസ് വാസ് എന്ന് വായിക്കത്തില്ല, നീട്ടാനുമല്ല. വസ് 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 ത്വാ ത്വാ വസ് ത്വാ ബാ ബി ബിർ. റാ എന്ന അക്ഷരത്തിന് മുമ്പ് കസർ ഇകാര ചിഹ്നം വന്നപ്പോൾ എന്ന് വായിക്കത്തില്ല. വായിക്കരുത്.
വസ്തബിർ 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 നമ്മൾ വായിക്കാം. ഫരിഹ ഫരിഹ കണ്ടോ? ഫരിഹ 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 കരീമുൻ 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 എഴുതിയേക്കുന്ന കരീമുൻ അബ്ദുൽ കരീം അബ്ദുൽ കരീം അതാണ് അങ്ങനെ വായിക്കുന്നത്. ഫരിഹ ഫരിഹ കരീമുൻ ഇതല്ല കരീമുൻ ഫരിഹ കരീമുൻ. വാവ് വ അല്ല, ഈ അലിഫിന് ഉച്ചാരണമില്ല. അലിഫിനെ ഒന്നും പറയത്തില്ല, ഉച്ചരിക്കത്തില്ല, മൊഴിയത്തില്ല. ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല. വ എൽ വൽ അണ്ട വൽ വൽ വാ വാഫ് വാ വാഫ് വാ മീമ് മ റാ രി കണ്ടോ? എഴുതിയേക്കുന്ന റീന്നും പറയേണ്ടത് രീന്നും. വൽ കൊമ രി കണ്ട? വൽ കൊമ റി എന്ന് പറയത്തില്ല 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 മൊഴിയത്തില്ല. വൽ കൊമ രി വൽ കൊമ രി വൽ കൊമ രി ഫരിഹ 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 കരീമുൻ 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 വൽ ഖമരി വൽ ഖമരി വൽ ഖമരി വഇദാ ഖുരിഅ വഇദാ ഖുരിഅ വഇദാ ഖുരിഅ 10 പ്രാവശ്യം പറയണം. വഇദാ ഖുരിഅ ഖുരി രി റി എന്ന് പറയത്തില്ല റി എന്ന് പറയത്തില്ല. വഇദാ ഖുരിഅ വഇദാ ഖുരിഅ വഇദാ ഖുരിഅ. അടുത്തത് ഫീ ഫീ മിദ്യത്തിൻ ഫീ മിദ്രി മിദ് ദാദിലുൽ ര മിദ് ഫീ മിദ്യത്തിൻ കണ്ട? എഴുതിയേക്കുന്ന മിറിയത്തിൻ എന്നും പറയേണ്ടത് മിദ്യത്തിൻ. എഴുതിയേക്കുന്ന ഫീ മിറിയത്തിനും പറയേണ്ടത് ഉച്ചരിക്കേണ്ടത് ഫീ മിദ്യത്തിൻ ഫീ മിദ്യത്തിൻ ഫീ മിദ്യത്തിൻ ഫീ മിദ്യത്തിൻ ഫീ മിദ്യത്തിൻ ഫീ മിദ്യത്തിൻ ഫീ മിദ്യത്തിൻ. ഫിർഔന ഫിർ 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 ഫിർന്നല്ല ഫിർ എന്ന് വായിക്കത്തില്ല. ഫിർഔൻ ഫിർഔന 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 ഫിർഔന. വസ്തബിർ 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 ഇൽ എന്ന് വായിക്കത്തില്ല എന്ന് വായിക്കത്തില്ല. വസ്തബിർ 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 വസ്തബിർ. അതെ അരി അരിജാലു 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 എഴുതിയേക്കുന്ന അറിജാലു അങ്ങനെ പറയത്തില്ല അങ്ങനെ പറയത്തില്ല. അരിജാലു 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 അരിജാലു. ബിസ്മില്ലാഹി മജ്രേഹാ ബിസ്മില്ലാഹി മജ്രേഹാ ബിസ്മില്ലാഹി മജ്രേഹാ വ മുർസാഹാ. കണ്ടോ? റാണ് എഴുതിയേക്കുന്നത് മജ്റാഹ എന്ന് വായിക്കത്തില്ല. ബിസ്മില്ലാഹി മജ്രേഹാ. വിശുദ്ധ ഖുർആനിലുള്ള ഒരു സെന്റൻസ് ആണിത്. ബിസ്മില്ലാഹി മജ്രേഹാ ബിസ്മില്ലാഹി മജ്രേഹാ ബിസ്മില്ലാഹി മജ്രേഹാ. അല്ല അടുത്തത് വദ്കുരിസ്മല്ലാഹി 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 വദ്കുരിസ്മല്ലാഹി
വദ്കുരിസ്മല്ലാഹി വദ്കുരിസ്മല്ലാഹി വദ്കുരി കണ്ട കുരി കുറി എന്ന് വായിക്കത്തില്ല വദ്കുറി എന്നല്ല കുറി എന്നല്ല വദ്കുരിസ്മല്ലാഹി വദ്കുരിസ്മല്ലാഹി വസ്തബിർ 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 ഒന്നുകൂടെ വായിക്കാം ഫരിഹ ഫരിഹ കരീമുൻ കരീമുൻ വൽ ഖമരി വഇദാ ഖുരിഅ ഫീ മിദ്യത്തിൻ ഫിർഔന വസ്ബിർ 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 അദ്ദിജാലു അദ്ദിജാലു ബിസ്മില്ലാഹി മജ്രിഹാ ബിസ്മില്ലാഹി മജ്രിഹാ ബിസ്മില്ലാഹി മജ്രിഹാ വദ്കുരിസ്മല്ലാഹി 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 വസ്തബിർ വസ്തബിർ ഫരിഹ ഫരിഹ കരീമുൻ വൽ ഖമരി വഇദാ ഖുരിഅ ഫീ മിദ്യത്തിൻ ഫിർഔന വസ്തബിർ 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 അദ്ദിജാലു 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 ബിസ്മില്ലാഹി മജ്രിഹാ ബിസ്മില്ലാഹി മജ്രിഹാ എഴുതിയേക്കുന്ന മജ്റാഹ എന്നാണ് ബിസ്മില്ലാഹി മജ്റാഹ എന്ന് വായിക്കത്തില്ല ഇത് പൊത്തക എഴുതിയേക്കുന്നത് ഇവിടെ അങ്ങനെ വായിക്കുന്നത് ബിസ്മില്ലാഹി. അതിൻ്റെ നിയമങ്ങൾ പിന്നീട് പഠിപ്പിക്കാം, കാരണം എല്ലാം കൂടി ഇപ്പോൾ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ മനസ്സിലാക്കുക, ബിസ്മില്ലാഹി മജ്രേഹ മജ്രേഹ മജ്റാഹ എന്ന് എഴുതിയേക്കുന്നത്, അങ്ങനെ പറയത്തില്ല. ബിസ്മില്ലാഹി മജ്രേഹ വമുർസാഹ ബിസ്മില്ലാഹി മജ്രേഹ വദ്കുരിസ്മല്ലാഹി 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 വസ്തബിർ വസ്തബിർ വസ്തബിർ. ഇത് നല്ല രീതിയിൽ ഒന്ന് വായിച്ച് പഠിക്കാം, ഒന്ന് വായിച്ച് നല്ല രീതിയിൽ പഠിക്കാം. നല്ല രീതിയിൽ ഒന്ന് വായിച്ച് പഠിക്കാം.